ഹായ് ഗൈസ്, കുട്ടിപ്പറയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പോകാനായിട്ട് പോകുന്നത് പാലക്കാട് ടൗണിലുള്ള മഹേഷ് രാപ്പാടിയുടെ ലോഫ്റ്റിലേക്കാണ്. പുള്ളി വന്നിട്ട് 17 മണിക്കൂറും 38 മിനിറ്റും പറപ്പിച്ച് ഒരു റെക്കോർഡ് ടൈം തന്നെ ഇട്ടിട്ടുണ്ട്. പാലക്കാട് ചരിത്രത്തിൽ തന്നെ ഒരുപാട് വർഷങ്ങളായി പന്തയം വിട്ടുകൊണ്ടിരിക്കുന്ന ഒരു ലോഫ്റ്റ് കൂടിയാണ് ഈ ഒരു ലോഫ്റ്റ്. അപ്പോൾ അവിടെ പോയിക്കൊണ്ട് നമുക്ക് അവരുടെ വിശേഷങ്ങളും കാര്യങ്ങളും എല്ലാം കണ്ടറിയാം. അപ്പോൾ നമ്മൾ ഇന്ന് എത്തിയിരിക്കുന്നത് മഹേഷ് രാപ്പാടിയുടെ ലോഫ്റ്റിലേക്കാണ്. പുള്ളിയുടെ അനുജനാണ് ഇപ്പോൾ നമ്മളോടൊപ്പം ചേർന്നിരിക്കുന്നത്. ഒന്ന് ഒരു ചെറിയൊരു ഇൻട്രൊഡക്ഷൻ കൊടുക്കാം. എൻ്റെ പേര് രാജീവ്. മഹേഷ് രാപ്പാടി എന്ന പേരിലാണ് നമ്മളിവിടെ പ്രാവളിന് പന്തയത്തിനൊക്കെ ഇറക്കുന്നത്. ടൂർണമെന്റിന്റെ പേരിലൊക്കെ അത് പെടുന്നത്. ഓക്കെ, അപ്പോൾ 2022 ആണ് 17 മണിക്കൂറും 38 മിനിറ്റും പറഞ്ഞത്. ഈ ലോഫ്റ്റിലെ ഏറ്റവും വലിയ റെക്കോർഡ് 17 മണിക്കൂറും 38 മിനിറ്റുമാണ്. ഇപ്പോൾ പാലക്കാട് ചരിത്രത്തിൽ തന്നെ നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ എത്ര വർഷമായി പ്രാവ് വളർത്താൻ തുടങ്ങി? നമ്മളൊരു 25 വർഷത്തിന്റെ അടുത്തായിട്ടുണ്ട്. 25 വർഷത്തോളം ആയിട്ടുണ്ട്. നമ്മൾ മത്സരം വിടാൻ തുടങ്ങിയിട്ട് ശരിക്കും 15-16 വർഷങ്ങളായിട്ടുണ്ട്. ടൂർണമെന്റുകളൊക്കെ വിട്ടുകൊണ്ട് വരുന്ന ഒരു ലോഫ്റ്റാണ് നമ്മുടെ ലോഫ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളോടൊപ്പം മഹേഷേട്ടനും കൂടി എത്തിയിട്ടുണ്ട് ഇവിടെ. അപ്പോൾ രാജീവേട്ടനും മഹേഷേട്ടൻ, നിങ്ങളുടെ ലോഫ്റ്റിൽ ട്രെയിനിങ്ങും അതുപോലെ തന്നെ പ്രാവുകളുടെ ഫുഡും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് നിങ്ങൾ ചെയ്യുന്നത്? അതിനെക്കുറിച്ച് ഒന്ന് നല്ല എക്സ്പ്ലെയിൻ ചെയ്തൊന്ന് പറയാമോ? നമ്മൾ ഫസ്റ്റ് ട്രെയിനിങ്ങിൻ്റെ കാര്യം പറഞ്ഞാൽ നമ്മൾ വൈകുന്നേരം 6 മണിക്കാണ് പ്രാവുകളിനെ ചുറ്റിച്ചിറക്കുക. പുതിയ പ്രാവുകളിനെ ചുറ്റിച്ചിറക്കണം 6 മണിക്കാണ്. 6 മണിക്കിട്ട് 6:30 ഉള്ളിൽ നമ്മൾ ഇറക്കും. പിന്നെ ഒരു ക്ഷീണം മാറുന്ന വരെ 2-3 വിടലേ വിടും. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഒരു 4 മണിക്ക് വിടും. 4 മണിക്ക് വിട്ടിട്ട് അങ്ങനെ വൈകുന്നേരം ലൈറ്റ് ഇട്ടിട്ട് ഇരുത്തി പഠിപ്പിക്കുന്ന ഒരു 2-3 വിടൽ വിട്ട് കഴിഞ്ഞതിന് ശേഷം പിന്നെ നെയ്റ്റ് കയറ്റേണ്ടതിൻ്റെ ലെവലിൽ നോക്കുക. നെയ്റ്റ് കയറ്റുമ്പോൾ നമ്മൾ ഈ 4 മണിക്ക് വിട്ട പ്രാവിനെ ഒരു 6:30 വിടും. 6:30 വിട്ടിട്ട് നമ്മുടെ നെയ്റ്റ് ജാക്കികളില്ലേ, ജാക്കികളിന് ഒരു 6:45 സപ്പോർട്ട് കൊടുത്തിട്ട് ലൈറ്റ് ഇട്ട് പ്രാവ് ഇട്ട് കൊടുക്കാതെ അത് കുറച്ച് നേരം നിർത്താൻ നോക്കും. ചില പ്രാവുകൾ നിന്ന് പറന്നിട്ട് ലാസ്റ്റ് ഇറങ്ങാണ്ട് നെയ്റ്റ് മിസ് ആകാറുണ്ട്. അതിൽ 1-2 അങ്ങനെ ഉണ്ടാവുള്ളൂ. ബാക്കിയുള്ളതുകൾ അതിൻ്റെ ഒപ്പം നിന്ന് പറന്ന് നമ്മൾ ഒരു ഇരുട്ട് പിടിപ്പിച്ച് ഒരു 7:30-8 മണി വരെ ഫസ്റ്റ് ഒരു നോക്കിയിട്ട് അതിനിട്ട് കൊടുത്ത് അതിനെ മര്യാദയ്ക്ക് ഇറക്കും. അങ്ങനെ 2 പ്രാവശ്യം ചെയ്തിട്ടാണ് പിന്നെയാണ് നേരെ നമ്മൾ മേലേക്ക് കയറ്റി വരുന്നത്. പിന്നെ അതേപോലെ പിന്നീട് നേരെ ഒരു 4 മണിക്ക് അല്ലെങ്കിൽ 5 മണിക്ക് വിട്ടിട്ട് ഈ ടൈം ഫുഡ് നമ്മൾ ഈ ഓട്ടാൻ തുടങ്ങി നമ്മൾ ചിറകുകൾ വലിച്ചു കൊടുക്കുമ്പോൾ തന്നെ കൊടുത്തു കഴിഞ്ഞതും ഫുഡ് ചേഞ്ച് ആക്കാൻ തുടങ്ങും. ചേഞ്ച് ആക്കാൻ പറഞ്ഞാൽ നമ്മൾ എപ്പോഴും കൊടുക്കുന്നത് ഗോതമ്പും നെല്ലുമാണ് കൊടുക്കുന്നത്. അപ്പോൾ അതിലൊരു വെയിറ്റും അതൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഫുഡുകൾ മിക്സ്ഡ് ഫുഡായിട്ട് ഓട്ടുപ്രാവുകൾക്ക് മാത്രമായിട്ട് നമ്മൾ മിക്സ്ഡ് ഫുഡ് കൊടുക്കും. അതിൽ നമ്മൾ ചേർത്തുന്നത് കോറ, കമ്പ്, ചോളം, ഗോതമ്പ്, കൊള്ള്, ചെറുപയർ, ഇതെല്ലാം കൂടി വാങ്ങിയിട്ട് മിക്സിങ് ആക്കും. മിക്സിങ് ആക്കിയിട്ട് നമ്മൾ വാങ്ങിയിട്ട് നമ്മളാണ് മിക്സിങ് ആക്കുന്നത്. അങ്ങനെ മിക്സിങ് ആക്കിയിട്ട് അതുകൾക്ക് നമ്മൾ ഓട്ടുപ്രാവുകൾക്ക് പിന്നെ തുടങ്ങും. അങ്ങനെയാണ് ഇതിൻ്റെ നമ്മൾ ഫുഡിൻ്റെ കാര്യങ്ങളായിട്ട് വരുന്നത്. പിന്നെ പറവ നമ്മൾ ഓട്ടുന്നതിൻ്റെ അനുസരിച്ചിട്ട് ഒരു 7-8 മണിക്കൂർ കഴിഞ്ഞാൽ
ഇപ്പം നമ്മൾ രാവിലെ ഒരു ഉച്ചയ്ക്ക് വിട്ടിട്ട് 2 മണിക്ക് വിട്ടു, നമ്മൊരു 10 മണി ആക്കി വെച്ച് കഴിഞ്ഞാൽ നല്ല ബദാം, പിന്നെ പച്ച നിലക്കടല ഇതുകൾ വെള്ളത്തിലിട്ടിട്ട് ഓരോന്നായിട്ട്, അതായത് ഫസ്റ്റ് നമ്മൾ കൊടുക്കുമ്പോൾ അരപ്പൊളിന്ന് പൊളിയാ കൊടുക്കുക, ബദാം കാ പീസായിട്ട് കൊടുക്കും. അതേപോലെ കടല 2 കൊടുക്കും, 2. അതിൽ പിന്നെ ഓട്ട് നമ്മൾക്ക് കയറ്റുന്നില്ലേ, അതായത് ഇന്നിപ്പോൾ 2 മണിക്ക് വിട്ടിട്ടാണ് നമ്മൾ ഈ ഇത് കൊടുക്കണമെന്നുണ്ടെങ്കിൽ അടുത്ത നമ്മൾ 12 മണിക്കോ അല്ല 1 മണിക്കോ വിടുമ്പോൾ ഒരു അരപ്പൊളി ബദാമാക്കും, ഒരു 4 നിലക്കടലയാക്കും. നിലക്കടലിൻ്റെയും കൂട്ടും ബദാമിൻ്റെയും നമ്മൾ അരപ്പൊളി, അതായത് കാപ്പൊളി പോയിട്ട് അരപ്പൊളിയാവും. അങ്ങനെ കൂട്ടിയിട്ടാണ് അങ്ങനെ പടിപ്പടിയായിട്ടാണ് ഇത് കൊടുക്കുന്നത്. കൂടുതൽ കൊടുക്കണ ഒരു 5 ബദാം ടോട്ടൽ അവസാനം നിർത്തുന്നത്, 5 ബദാം, ഒരു 10 നിലക്കടല. പറവയ്ക്ക് അനുസരിച്ചിട്ടാണ് നമ്മൾ ഫുഡ് കൊടുക്കുന്നത്. പറന്നിറങ്ങിയതിന് ശേഷം ഇറങ്ങിയതും കൊടുക്കില്ല, നമ്മൾ ഫുഡ് കൊടുക്കില്ലേ, വൈകുന്നേരം ഫുഡ് കൊടുക്കുമ്പോൾ ഇതുകൾ കൊടുത്തിട്ട് നിലത്ത് വിടും. നിലത്ത് വിട്ടിട്ട് അത് കൊത്തിപ്പെറുക്കാണ്, നമ്മൾ മിക്സ്ഡ് ഫുഡുകൾ കൊത്തിപ്പെറുക്കാണ് ചെയ്യുക. ഊതി കൊടുക്കലില്ല. അത് മെയിനായിട്ട് നമ്മുടെ പ്രാവുകൾക്ക് ചിറക് പിടുത്തം വരുന്നില്ലേ, ചിറക് പിടുത്തം നീരുകെട്ട് പറയണ വരുന്നത്, അത് വരാതിരിക്കാൻ മെയിനായിട്ട് നല്ലത് നമ്മൾ നിലത്തുനിന്ന് തീറ്റിപ്പിക്കുന്നത് നല്ലത്. തീറ്റിപ്പിക്കുന്നത് നമ്മൾ ഇഷ്ടം പോലെ കഴിക്കുക, അതേപോലെ മണ്ണ് തിന്നുക, വെള്ളം കുടിക്കുക, അത് അങ്ങോട്ടും കൂടി ചാടി കളിക്കുക. അപ്പൊ അതിന് നീരുകെട്ട് അധികം അടച്ചു വെക്കുമ്പോൾ അത് കൈ ഇളക്കുള്ള, അതാണ് അതിന് നീരുകെട്ട്, റെസ്റ്റ് കൂടുമ്പോൾ നീരുകെട്ട് വരുന്നത്. ഇതാവുമ്പോൾ അങ്ങനെയുള്ള പ്രശ്നങ്ങളെ ഉണ്ടാവില്ല. അപ്പൊ നീരുകെട്ട് വരാണ്ടിരിക്കാൻ വേണ്ടി ഏറ്റവും നല്ലത് പ്രാവുകളായിട്ടുള്ള ഫീഡ് എടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. അതാണ് ഏറ്റവും നല്ലത്. നമ്മൾ ഊതി കൊടുത്ത് നമ്മൾ അതിനെ കൂട്ടിൽ അടച്ചു വെക്കണം. പറക്കാൻ മാത്രം നമ്മൾ പുറത്ത് പോകുന്നുള്ളൂ. അതിന് ഭയങ്കര ക്ഷീണമാണ്. നമ്മൾ മുറിനുള്ളിലിട്ട് അടച്ചു വെച്ചിട്ട് ഉള്ള അതുകൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇങ്ങനെയാകുമ്പോൾ അതിനെ ഫ്രീ ആയിട്ട് ഷെഡിൻ്റെ ഉള്ളിൽ തന്നെ വിട്ട് കഴിഞ്ഞാൽ എല്ലാവരും ചാടി കളിച്ച് എല്ലാം കഴിഞ്ഞ് സമാധാനത്തിൽ നിൽക്കും. കൈയൊക്കെ നല്ല ഇളകി ഫ്രീ ആയിട്ട് നിൽക്കുമ്പോൾ അതുകൾക്ക് നീരുകെട്ട് അങ്ങനെയുള്ള ടെൻഷൻ നമുക്കും കൂടെ ടെൻഷൻ ഉണ്ടാവില്ല. അതാണ് ഏറ്റവും നല്ലത്. അല്ല ടൂർണമെന്റ് സമയത്തും അപ്പോൾ തന്നെയാണ്. നമ്മള് ടൂർണമെന്റിന് ചിലവര് രാവിലെ ഫുഡ് കൊടുത്ത് വിടുന്ന ആ ഒരു രീതി ഉണ്ടാവും. അപ്പോഴും പ്രാവുകൾക്ക് ഫുഡ് കൊടുക്കുമ്പോ എങ്ങനെയാണ്? അത് ഒരു സിറഞ്ചിൽ ഞങ്ങള് കുറച്ച് വെള്ളം, അതായത് നമ്മൾ 20 ml സിറഞ്ചിലില്ലേ ഒരു ട്യൂബ് സെറ്റ് ചെയ്തിട്ട് ഒരു കാ ഇതിൽ കോറയും വരും, അതിൽ ബാക്കി വെള്ളവും വരും. അതാണ് നമ്മൾ ഓട്ട് ദിവസം അതിന് രാവിലെ അടിച്ചു കൊടുക്കണം. പിന്നെ കൊടുക്കുന്നതാണ് നമ്മുടെ ഗ്ലൂക്കോസ് വെള്ളം. അത് ഒന്നിലെ പൊടിയായിട്ട് തിരി വായിലിട്ട് കൊടുക്കും, അല്ല അതിന് വെള്ളത്തിൽ മിക്സിങ് ആക്കിയിട്ട് കുറച്ച് അടിച്ചു കൊടുക്കും. ഇതാണ് നമ്മൾ ഓട്ടം രാവിലെ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ എല്ലാ പ്രാവുകളെയും ഒരേ രീതിയിൽ തന്നെയാണോ ട്രെയിൻ ചെയ്തെടുക്കാറ്, അതോ വേറെ എന്തെങ്കിലും അതിൽ ഇതായിട്ട് വരാറ്? പ്രാവിൻ്റെ പറവ എങ്ങനെയാണ് അത് നോക്കിയിട്ടാണ് അതിനെ നമ്മൾ മാറ്റുന്നതും ജോഡിക്ക് കൂട്ടുന്നതും. അതേപോലെ നമ്മളിപ്പോൾ മെയിനായിട്ട് കൂട്ടുപന്തയം ആണ് മെയിൻ നമ്മുടെ ഇവിടെ. അതിലും ഞങ്ങൾ ഒറ്റയ്ക്ക് തന്നെ പ്രാവ് പറക്കണം. അങ്ങനെയൊക്കെ വരുമ്പോൾ പിന്നെ അതിന് വേറെ സെപ്പറേറ്റ് കാണാൻ പറ്റില്ല. അപ്പോൾ ഞങ്ങൾ മാക്സിമം ഒറ്റയ്ക്ക് ഓട്ടിയിട്ട് പിന്നെ ഈ ജോഡി സമയമാകുമ്പോൾ മാത്രം ജോഡിക്ക് ഓട്ടുള്ളൂ. അങ്ങനെയാണ് ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഓട്ടുന്നത്. പിന്നെ നമ്മൾ അഡീഷണൽ ആയിട്ട് വേറെ മുന്തിരി കൊടുക്കും. മുന്തിരി അത് ഓട്ട് ദിവസം നമ്മൾ രാവിലെ ഒരു 3 ഉണക്കം മുന്തിരിനെ നമ്മൾ തലേന്ന് വെള്ളത്തിലിട്ടിട്ട് കുതിർത്തിയിട്ട് പിറ്റേ ദിവസം രാവിലെ നാളേക്ക് ഓട്ടുണ്ടെങ്കിൽ 3 അല്ലെങ്കിൽ ഒരു 5 അത് രാവിലെ കൊടുക്കും. ഒരു 5 മഴയാണെങ്കിൽ ഒരു 3. അങ്ങനെയാണ്. വെയിലത്താകുമ്പോൾ അതിന്റെ കുറച്ച് നീര് വയലിക്ക് തട്ടുമല്ലോ വന്നിട്ട് ഒരു 5. വെള്ള ദാഹം തിരികെ കമ്മിക്ക് വേണ്ടി അതിന്റെ ഒരു ഇത് വെള്ളത്തിന്റെ നീര് കിട്ടുമല്ലോ എന്നുള്ള ഇതില് ഒരു 5 കൊടുക്കും. അത് ദാഹം ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് മുന്തിരി കൊടുക്കുന്നത്. അപ്പൊ അതിന്റെ ഒരു ക്ഷീണം ഉണ്ടാവില്ല. ഇപ്പൊ പലവരും പറഞ്ഞു കേട്ടിട്ടുള്ള ഒരു സംഭവമാണ്, ചിലവരുടെ പ്രാവ് ചിലപ്പോൾ നല്ല പ്രാവ് ഉണ്ടാവും, ഒരു 8 മണിക്കൂർ കഴിഞ്ഞ് ഫുഡ് കൊടുക്കുമ്പോഴൊക്കെ നമുക്ക് ഫാൾട്ട് പറ്റാറുണ്ട് എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പോൾ ചെറിയ കുട്ടികളൊക്കെ ഇപ്പോൾ പലവരും വീഡിയോ ആയിട്ടും മറ്റേതൊക്കെ കണ്ടിട്ടൊക്കെ ഒരുപാട് പേര് ബദാം 8 മണിക്കൂർ കഴിഞ്ഞാൽ കൊടുത്താൽ ഇതാവും, ആ പ്രാവിൻ്റെ പറവ കൂടി വരും എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതിലെന്തെങ്കിലും നിങ്ങൾ ചെയ്യുന്നതിൽ ചിലവർക്ക് അത് കൊടുത്തതിൻ്റെ ശേഷം പ്രാവ് നമുക്ക് ഇതാവുന്നുണ്ട്, ഫാൾട്ട് കാണിക്കാൻ തുടങ്ങുന്നുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് എന്തെങ്കിലും പറയാനുണ്ടോ? അത് നമ്മൾ ബദാം കൊടുക്കുമ്പോൾ നമ്മൾ ഫസ്റ്റ് എല്ലാം അത് മെയിനായി ശ്രദ്ധിക്കേണ്ടത് വെയിലത്ത് ബദാം തീരെ പ്രാവുകൾക്ക് അപൂർവം പറ്റില്ല. അപ്പോൾ നമ്മൾ കൊടുക്കുമ്പോൾ തന്നെ ഒരു നുള്ളു പോലെ അതിൻ്റെ പൊളിയത്തെ ഒരു 4 ഭാഗം വെക്കുക. ഒരു പൊളിയില്ലേ, അത് ബദാമിനെ തൊലിച്ച് കഴിഞ്ഞാൽ 2 പീസായില്ലേ, അത് പൊളിയത്തെ 4 ഭാഗം ആക്കിയിട്ട് അത് ഫസ്റ്റ് ഒരു പൊളി കൊടുക്കുക. പിറ്റേത്തെ വിടലിൽ 2 പൊളി,
അങ്ങനെ കൂട്ടാൻ പറ്റുള്ളൂ. അല്ലാണ്ട് ഒറ്റ അടിക്ക് 1-2 വെച്ച് കൂട്ടാൻ പറ്റില്ല പ്രാവുകൾക്ക്. അത് തന്നെ നമ്മളാണെങ്കിലും ശരി മറ്റുള്ളവർ ആരാണെങ്കിലും ശരി അത് കൂട്ടാൻ പറ്റില്ല. എന്താ പറഞ്ഞാൽ പെട്ടെന്ന് അതുകൾക്ക് ഒരു മപ്പ് വന്നു കഴിഞ്ഞാൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. പിന്നെ വെയിലത്ത് പറന്നില്ല പ്രാവ് എന്തായാലും പിന്നെ അളുമ്പാവുകയോ ചെയ്യുള്ളൂ. അതാണ് സത്യാവസ്ഥ. അപ്പൊ അതുകൊണ്ടാണ് ആ പ്രാവുകള് ഫാൾട്ടുകൾ കാണിക്കുന്നത്. കാട്ടും ചില പ്രാവുകൾ പിന്നെ അതിന്റെ സമയം പിടിക്കണം എന്നുള്ള ലെവലില് പ്രാവുകൾ എന്തെങ്കിലുമൊക്കെ കാട്ടി പറവയൊക്കെ ചേഞ്ച് ആയിരിക്കും. എന്തെങ്കിലുമൊക്കെ കാട്ടി വൈകുന്നേരം വരെ പറന്നിട്ട് പ്രാവ് ഇട്ട് കണ്ട ഇറങ്ങുന്ന പ്രാവുകളുണ്ട്. പക്ഷെ ഈ പറവ യഥാർത്ഥ പറവ ആയിരിക്കില്ല. ബദാം കൊടുക്കുമ്പോൾ ചേഞ്ച് ആവും. തിരിച്ചലും ഇതൊക്കെ ഉണ്ടാവും. പ്രാവുകൾക്ക് ഹാങ് ഓവർ പോലുള്ള ഒരു തിരിച്ചലും ഇതൊക്കെ ഉണ്ടാവും. അതൊന്നും ഇല്ലാണ്ടിരിക്കാനാണ് നമ്മൾ കുഞ്ഞു കുഞ്ഞു പീസ് കൊടുത്തിട്ട് ശീലിപ്പിക്കുക. മാക്സിമം അത് സെറ്റാക്കുക. ശരീരത്തിൽ സെറ്റായാൽ പിന്നെ നമുക്ക് പിന്നെ ഈ മഴയൊക്കെയാണ് വന്നു കഴിഞ്ഞാൽ അരപ്പൊളി കൂട്ടിയാലും കുഴപ്പമില്ല. വെയിലത്താവുമ്പോൾ കുറച്ച് കമ്മിയാക്കാം. ബദാം കമ്മിയാക്കാം. മാക്സിമം ബദാം കമ്മിയാക്കാം. വെയിലത്ത് നമ്മൾ ഇവിടെ കൊടുക്കണ ഒരു 3 കൊടുക്കും വെയിലത്ത്. അതിന്റെ കൂടുതൽ കൊടുക്കില്ല. മഴയ ടൈമിൽ നമ്മൾ നല്ല ക്ലൈമറ്റ് മഴയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ 5. അതാണ് ബദാമിന്റെ കണക്ക്. അത് പ്രാവ് പറന്ന് ഇറങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഭക്ഷണം കൊടുക്കുമ്പോൾ കൊത്തി തിന്നും എന്ന് പറഞ്ഞില്ല. അത് അതിന് ശേഷമാണ് ഈ ബദാമുകൾ കൊടുക്കുക. അല്ല നമ്മൾ അതിന്റെ കൂടെ തന്നെ ഫുഡിന്റെ കൂടെ ഇട്ട് കൊടുക്കും. ഫുഡിന്റെ മുന്നേ അതുകൾക്ക് നമ്മൾ കൊടുത്തിട്ട് നിലത്ത് വിടും. പിന്നെ ബാക്കി അതിന് വേണ്ടത് ബദാമും മറ്റേ അത് കൊടുത്തിട്ട് എല്ലാം കടലയും കൊടുത്തിട്ട് കുറച്ച് കടലയും അപ്പൊ അതിനൊരു കാവയറാവും. അത് കഴിഞ്ഞ ശേഷം വെളിയിൽ വിടും. വെളിയിൽ വിട്ട് കഴിഞ്ഞാൽ പിന്നീട് വേറെ ഫുഡൊന്നും കാര്യങ്ങളൊന്നുമില്ല. അതിന്റെ മിക്സിംഗ് ഫുഡ് ഇതൊക്കെ തന്നെയാണ്. പിന്നെ ട്രെയിനിങ് ടൈമിൽ ഇപ്പോൾ 8 മണിക്കൂർ ഒക്കെ കഴിഞ്ഞു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാത്രിയൊക്കെ കയറ്റി ഇതായി കഴിഞ്ഞാൽ റെസ്റ്റ് ഒക്കെ ഇടല് എത്ര മണിക്കൂർ ആവും? അത് ഇപ്പോൾ നമ്മൾ ഇപ്പോൾ ഒരു 12 മണിക്കൂർ പറക്കുന്ന പ്രാവിനാണെന്നുണ്ടെങ്കിൽ ഒരു ദിവസത്തെ റെസ്റ്റേ കൊടുക്കാറുള്ളൂ. 12 മണിക്കൂർ പറക്കുന്ന പ്രാവുകൾക്കാണെങ്കിൽ അത് ഒരു ദിവസത്തെ റെസ്റ്റ് കൊടുക്കും. ഒരു 14 മണിക്കൂറിന് ശേഷം പറക്കുന്ന പ്രാവാണെങ്കിൽ നമ്മൾ 2 ദിവസത്തെ റെസ്റ്റ് കൊടുക്കും. കട്ടൗട്ടുകൾ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ വിടുകയാണെങ്കിൽ അത് എത്ര മണിക്കൂറൊക്കെയാണ് ഓട്ടാറ്? അത് കട്ടൗട്ട് പറയാൻ നമ്മൾ വിടുന്നത് ഒന്നില്ലെങ്കിൽ 2 മണിക്ക് അല്ലെങ്കിൽ 12 മണിക്ക്. 12 മണിക്ക് വിട്ടിട്ട് അതുകൾക്ക് നമുക്കൊരു സുമാർ ഒരു കണക്കുണ്ടാവില്ല. നമ്മുടെ ഒരു ഇതുണ്ടോ അതിന് ഒരു 12 മണിക്കൂറെങ്കിലും കട്ടൗട്ടിൽ പറപ്പിക്കണം എന്നുള്ള മെയിൻ ഉണ്ടാവും. ഇപ്പം ഇപ്പോൾ 2 മണിക്ക് വിട്ടോ ഒരു 2 മണി വരെ നമ്മൾ രാത്രി 2 മണി പ്രാവ് ഇടില്ല. അത് നിന്ന് പറക്കാൻ 2 മണിക്ക് ശേഷം ഇട്ട് കൊടുക്കും. അത് എപ്പോഴാണ് പിന്നെ വന്നിരിക്കുന്ന അതുകൾക്ക് തോന്നുമ്പോൾ അങ്ങനെ ഇരിക്കുന്നല്ലാതെ നമ്മളതിനെ വേറെ ഇതാക്കാറില്ല. ഫുഡും ആ സമയം കട്ടൗട്ടിന് വിടുമ്പോഴും ഫുഡ് ഒരേ ഫുഡാണ്. ഫുഡ് ചേഞ്ച് ആക്കില്ല. ഫുഡ് ചേഞ്ച് ചെയ്യാത്ത ഫുഡ് നമ്മൾ പറവ ദിവസം ഫുഡ് നിറയെ പറക്കട്ടെ വന്ന് കൂടുതൽ ഫുഡ് കൊടുക്കരുത് ഒരിക്കലും. ഒരേ ഫുഡിൽ പോയി കഴിഞ്ഞാൽ അത് അതിൻ്റെ പറവ അതെന്താണെന്നുള്ള കാശ് കിട്ടും. അതല്ലാതെ ഫുഡ് നമ്മൾ കുറേ 10-20 മണിക്കൂർ പറക്കാനുള്ളതാണ് വന്നിട്ട് ഫുഡ് നിറയെ കൊടുത്തിട്ട് പ്രാവുകൾ പറക്കില്ല. അത് പറവ കമ്മിയാകുള്ളൂ. അത് മാക്സിമം പ്രാവിൻ്റെ പറവ കമ്മിയാകുള്ളൂ. എന്താ പറഞ്ഞാൽ അതിൻ്റെ ശരീരത്തിന് വേണ്ട ഫുഡുകളാണ് അത് എടുക്കുന്നത്. നമ്മൾ നേരത്തെ ചെയ്തത് അങ്ങനെ ആയിരുന്നു. എന്താ ഊതി കൊടുക്കലായിരുന്നു. നേരത്തെ എത്ര ഒരു 6-7 വർഷം മുന്നേ ഊതി കൊടുക്കലായിരുന്നു സംഭവം. പക്ഷേ അതിൻ്റെ സംഭവത്തിൽ അതിൻ്റെ ഭവിഷ്യത്തുകൾ വന്നപ്പോഴാണ് നമ്മളിങ്ങനെ ആക്കിയത്, കൊത്തിപ്പെറുക്കാൻ. അപ്പോൾ അതിന് വേണ്ടത് എടുക്കുകയും ചെയ്യും. പിറ്റേ ദിവസം നോക്കുമ്പോൾ ദഹനവും, അതായത് നമ്മൾ ഇന്ന് പറപ്പിച്ച പ്രാവുകൾക്ക് എത്ര എടുക്കും അതുകൾ, അതായത് ഫില്ലായി എടുക്കും. ഫില്ലായി എടുത്താൽ നാളെ ഉച്ചയാകുമ്പോഴേക്കും അത് ഫുള്ളായി ദഹിച്ചിട്ടുണ്ടാവും, ഡ്രൈ ആയിട്ടുണ്ടാവും. അതിന് എത്ര എടുത്താലും അത് ഫുൾ ഡ്രൈ ആകും. പിറ്റേ ദിവസം അത് എടുക്കണ റെസ്റ്റിന് ഇടുമ്പോഴും ഫുഡിൽ നിങ്ങൾ വേറെ മാറ്റം ഒന്നുമില്ല. അപ്പോഴും ഈ ബദാമും കാര്യങ്ങളൊക്കെ അതൊക്കെ അതേ ലെവലിൽ തന്നെയാണ് അങ്ങനെ ഓട്ട് നിർത്തുന്നവരെ കണ്ടിന്യൂ ആയിട്ട് അതൊക്കെ വെയിലുണ്ടെങ്കിൽ മാത്രം ബദാം നമ്മൾ അതിൽ മാത്രമേ ഫുഡ് ചേഞ്ച് ആക്കുള്ളൂ. അതായത് നമ്മളെ ക്ലൈമറ്റ് ഇതിപ്പോൾ എന്തായാലും നമ്മൾ തുടക്കത്തിൽ ഇപ്പോൾ ഒരു മാസം 2 മാസത്തിൽ ക്ലൈമറ്റും മഴയൊക്കെ ആയിരിക്കും. പിന്നെ അങ്ങോട്ടേക്ക് അതായത് നമ്മൾ ജൂലൈ പകുതി ഓഗസ്റ്റിക്കൊക്കെ നല്ല വെയിലായിരിക്കും. അപ്പോൾ ഈ ടൈമിൽ നമ്മൾ എന്ത് ചെയ്യും, ബദാമും കടലയും കമ്മിയാക്കും. അല്ലാണ്ട് വേറെ ഫുഡുകളൊന്നും കമ്മിയാക്കില്ല. അത് അതിൻ്റെ രീതിക്ക് തന്നെ പോകും. അല്ലാണ്ട് വേറെ ഏതും കമ്മിയാക്കില്ല. ഇത് രണ്ടും മാത്രം കമ്മിയാക്കിയിട്ട് ബാക്കി ഫുഡുകളൊക്കെ അതിനനുസരിച്ച് കഴിക്കും. ഇതിപ്പോൾ നമ്മൾ അതേപോലെ പിന്നൊരു കാര്യം, നമ്മൾ ഈ പന്തി നാളേക്ക് മത്സരം ഉണ്ട് വെച്ചോ, അതുകൾക്ക് നമുക്ക് നാളേക്ക് വിടുന്ന പ്രാവുകളിന് ഓട്ട് പ്രാവുകളിന് ഒരു 9 മണി മുന്നായിട്ട് തീന് കൊടുക്കും. നൈറ്റ് 9 മണിക്ക് മുന്നായിട്ട് കൊടുക്കും. അല്ലെങ്കിൽ നമ്മൾ കൊടുക്കുന്നത് 12 മണിക്ക് ശേഷം തീന്. 12 മണി 2 മണിക്കൊക്കെയാണ് ഞങ്ങൾ തീന് കൊടുക്കുക. ഓട്ട് പ്രാവുകൾക്ക് അത് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ പ്രാവുകൾ ഇറങ്ങിയിട്ട് വേണം അതിനെ. നമ്മൾ വിട്ട പ്രാവുകൾ ഇറങ്ങിയാലേ പ്രാവ് വിട്ട പ്രാവ് ഇറങ്ങിയിട്ട് വേണം ഇതുകളുടെ തീന് വിടാൻ.
ഓട്ടുപ്രാവുകളായിരിക്കും പറക്കണത്. ആ ആ ആ എല്ലാ ഓട്ടുപ്രാവുകളായിരിക്കും പറക്കുക. അപ്പോൾ എല്ലാം കൂടെ ഒരുമിച്ച് കൂടാലോ വന്ന് അപ്പം അതിന് ബെൻഡിങ് ആക്കാം. നമ്മൾ പന്ത് മത്സരത്തിൻ്റെ തലേന്ന് മാത്രം ഈ പ്രാവുകളിനെ ഒരു 9 മണി മുന്നായിട്ട് തീറ്റിപ്പിക്കും. അത് കാരണം നാളെ ടൂർണമെന്റ് നാളെ ടൂർണമെന്റ് ആയതുകൊണ്ട് എന്താ രാവിലേക്ക് തീൻ ഒരുപാട് നമ്മൾ ഈ 2 മണിക്കൊക്കെ 12 മണിക്ക് 2 മണിക്കൊക്കെ തീൻ കൊടുത്താൽ രാവിലെ 7 മണിക്ക് എന്തായാലും ദഹിക്കില്ല. ഇപ്പോൾ ഒരു 9 മണിക്ക് മുന്നാണെങ്കിലും അപ്പോൾ ഒരു 7 മണിക്ക് പറയുമ്പോൾ ഒരു അരവയറ് കുറച്ച് തീന ഇത്രേ ഉണ്ടാവുള്ളൂ. കുറച്ച് തീന ഉണ്ടാവുള്ളൂ. അപ്പോൾ പിന്നെ അപ്പോൾ വെള്ളം ഒഴിച്ച് കൊടുത്താൽ ക്ലിയർ ആയി. അപ്പോൾ അതിനൊരു ക്ഷീണം തട്ടില്ല. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് തീൻ എപ്പോഴും പ്രാവുകൾക്ക് രാവിലെ ടൂർണമെന്റ് ഉണ്ടെന്ന് പറഞ്ഞാൽ കുറച്ച് നേരത്തെ കൊടുക്കണം. ഏറ്റവും നല്ലതാണ്. ഏറ്റവും നല്ലതാണ് അത് കൊടുത്താൽ ഏറ്റവും നല്ലതാണ്. കാരണം രാവിലെ ആകുമ്പോഴേക്കും പ്രാവ് നല്ല ഡ്രൈ ആയി അതിന് കറക്റ്റ് ഫുഡ് ക്ലിയർ ആയി പ്രാവ് ഫിറ്റ് ആയിട്ട് പിന്നെ രാവിലെ കൊടുക്കേണ്ടവരുണ്ടാവും. നമ്മളിപ്പോൾ അത് ചിലവരിൽ ഓരോരോ രീതി. നമ്മൾ ഭക്ഷണം രാവിലെ ചിലർ കോറ അതൊക്കെ കൊടുക്കാറുണ്ട്. അത് നമ്മൾക്ക് ഇതില്ല. അവനവൻ്റെ ഇതില്ല നോക്കണം. നമ്മളുടെ രീതിക്ക് ഇങ്ങനെ ചെയ്യാം. 9 മണിക്ക് കൊടുത്തു കഴിഞ്ഞു. പിന്നെ രാവിലെ കൊടുക്കണം കുറച്ച് വെള്ളം ഒരു അതിൽ ടീസ്പൂണ് പറയാനില്ല, അത്രേ കോറ വരുവുള്ളൂ. എത്ര കോറ വരുള്ളൂ? ഇത്ര കോറ മാത്രം അതായ അളവാണ്. അല്ല അതില് അന്ന് രാവിലെ ഭക്ഷണം കൊടുക്കുന്നതില് ബദാമോ അങ്ങനെ എന്തെങ്കിലും കൊടുക്കില്ല. ടൂർണമെന്റിന് വിടുന്ന അന്ന് പറഞ്ഞ മുന്തിരി മാത്രം രാവിലെ കൊടുക്കാറുള്ളൂ. വേറെ ഒന്നും കൊടുക്കാണ്ടാണ് പ്രാവ് ഇപ്പൊ ഇത്രയും നല്ലൊരു സമയങ്ങളിലേക്കൊക്കെ എത്തിയിരിക്കുന്നത്. അല്ല നിങ്ങളുടെ പ്രാവുകളെ പറ്റിയിട്ട് എന്തെങ്കിലും പ്രത്യേകതയായിട്ട് നിങ്ങൾക്ക് തോന്നിയതായിട്ട് അങ്ങനെ പ്രത്യേകതയായിട്ട് നമ്മുടെ പ്രാവുകൾക്കായിട്ട് തോന്നിയത് ഒന്നുള്ളൂ. ഒരു പ്രാവുകൾ അഡീഷണലായിട്ട് നമ്മുടെ ഇവിടെ നൈറ്റ് ഇല്ലെങ്കിലും കൂടെ തൊട്ടപ്പുറത്തൊക്കെ നമ്മൾ ഉണ്ട് പൂളക്കാട് ഈ ഭാഗത്തൊക്കെ അവിടെ ഒരു പ്രാവ് പറക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ പ്രാവുകൾ അവിടെ പോയിട്ട് വരും. ഈ പ്രാവ് അതെത്ര നേരം പറക്കുന്നുണ്ടോ അതുവരെയും ഈ പ്രാവ് അവിടെ പോയിട്ട് വരും. ലോങ് പോയിട്ട് വരും. ഈ പ്രാവ് ഇല്ലാന്ന് കൺഫേം ആയാലും പ്രാവ് ഇവിടെ വന്ന് ചിറ്റിയിട്ട് പ്രാവ് ഇരിക്കുകയുള്ളൂ. അങ്ങനെ കുറേ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് നമ്മുടെ പ്രാവുകളിൽ. എന്താ പറഞ്ഞാൽ അതിന് എന്താ പറയുക വാശി പറയില്ലേ പ്രാവുകൾക്ക്, അതൊന്നിൽ ഉണ്ട്. അത് നൈറ്റ് പറയുമ്പോൾ നമ്മുടെ പ്രാവുകൾ ഓടാനും ബുദ്ധിമുട്ട് തന്നെയല്ലേ. അങ്ങനത്തെ ഒരു ഇതുണ്ട്. പിന്നെ എന്താണ് നമ്മുടെ പ്രാവുകൾ കുഴപ്പമില്ല, നെയ്റ്റൊക്കെ കറക്റ്റാണ്. അതിലൊന്നും നമ്മൾ ഇന്നേ വരെ നമ്മുടെ പ്രാവുകൾ ഒരിത് ഫാൾട്ട് കാണിച്ചിട്ടില്ല. അതൊന്നുമില്ല. പകലാണെങ്കിലും അതേ തന്നെ. ഒന്നിലെ നമ്മൾ പകല് ചില പ്രാവുകൾ മാറിയൊക്കെ ഇരുന്നുണ്ട്, പന്തങ്ങളൊക്കെ ഔട്ടായിട്ടുണ്ട്, അതൊന്നും ഇല്ല എന്നല്ല. പറക്കുകയാണെങ്കിൽ ചന്തമായിട്ട് പകലൊരു 10 മിനിറ്റിന് പ്രാവ് എത്തും. നൈറ്റ് 5 മിനിറ്റ് 3 മിനിറ്റ് പ്രാവുകൾ ഇതുണ്ടാവും. ലെഫ്രൈമാർക്ക് അധികം ബുദ്ധിമുട്ടാക്കിയിട്ട് നമ്മുടെ പ്രാവുകൾ കാണിച്ചു കൊടുക്കാൻ വെച്ചിട്ടില്ല. കറക്റ്റ് ടൈമിംഗ് ആണ്. അവർക്കൊന്ന് ഫസ്റ്റ് ഒന്ന് തെളിയുന്ന വരെ ഒന്ന് കാണിച്ചു കൊടുക്കുക. അത് എല്ലാവർക്കും ഉള്ളതാണല്ലോ. ഒരു 7 to 8 ഒരു ക്ലൈമറ്റിൻ്റെ ഒരു ഇത് അതിൽ മാത്രം അവർ ചോദിക്കുന്നതല്ലാതെ രണ്ട് പ്രാവ് വിടുമ്പോൾ ഇതാണോ അതാണോ എന്നുള്ള അവർക്കൊരു സംശയം വരും. അതില്ല. അത് ഈ ഒരു അരമണിക്കൂർ അതൊന്ന് ക്ലിയർ ആക്കി കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ പ്രാവുകൾക്ക് അതിൻ്റെ പ്രശ്നങ്ങളേ വന്നിട്ടില്ല, നേരെ വന്നിട്ടില്ല. മത്സരം വിടാൻ തുടങ്ങിയിട്ട് 10-15 വർഷത്തോളം ആയി എന്ന് പറഞ്ഞു. ആ ഒരു കാലഘട്ടത്തിൽ എന്തെങ്കിലും നിങ്ങൾക്ക് പ്രാവ് വളർത്തലിൽ ബുദ്ധിമുട്ടുകളായിട്ട് എപ്പോഴെങ്കിലും ഒരു എന്തെങ്കിലും ആയിട്ട് തോന്നിയിട്ടുണ്ടോ? അപ്പോഴൊക്കെ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അത് മെയിൻ തന്നെയാണ് ഷെഡില്ലാണ്ടായി. മഴ ടൈമിലൊക്കെ നമ്മൾ പ്രാവുകളിനെ ഇറക്കാനും പിടിക്കാനൊക്കെ മഴ നനഞ്ഞിട്ട് തന്നെയായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ നെയ്റ്റ് കയറ്റിക്കൊണ്ടുവരുന്ന ടൈമായിരുന്നു. നമ്മൾ തുടക്കം കയറുന്ന ഒരു സമയം ഉണ്ടാവും. ആ ടൈമിലൊക്കെ പ്രാവുകൾ തന്നെ വന്ന് പറക്കുകയെന്നുണ്ടെങ്കിൽ മഴ അപൂർവം പ്രാവുകളും നെയ്റ്റ് മഴ ചാറിക്കഴിഞ്ഞാൽ അപൂർവം ഇറങ്ങാൻ നിൽക്കില്ല ഇട്ട് കൊടുത്താൽ. അത് ചാറ്റലിൽ അങ്ങനെ നിന്ന് പറക്കും. ഈ സമയത്തൊക്കെ നമ്മൾ നിന്ന് അറിയാവുക ചെയ്യുക. എന്താ പറയുക, കൊടയും പിടിച്ച് നിൽക്കാൻ പറ്റില്ല. ഈ പ്രാവ് പേടിക്കുന്നു പറഞ്ഞിട്ട് കൊടയും പിടിച്ച് നിൽക്കാൻ പറ്റില്ല. നമ്മൾ മിണ്ടാണ്ട് ഡ്രൈ ആയിട്ട് തന്നെ നിൽക്കണം. പുറത്തെവിടെയും താഴത്തെവിടെയും മാറി നിൽക്കുക വന്നു കഴിഞ്ഞാൽ അത് ഞങ്ങൾക്ക് ബുദ്ധിമുട്ടാണ്. ഓടി മേലെ കയറാനും അതൊരു ബുദ്ധിമുട്ട് നമ്മൾ ഈ ടൈമിലൊക്കെ നന്നായി അനുഭവിച്ചിട്ടുണ്ട്. ഷെഡ് ഇട്ട അവിടെ തൊട്ടിട്ട് പിന്നെ അതൊരു ഇതില്ല, അത് ക്ലിയർ ആയി. ഷെഡ് വേണം. ഷെഡ് ഉള്ളത് കൊണ്ട് അതൊരു ഉപകാരം. നല്ല സൗകര്യം, തീന്നെ വിടാനും നല്ല ഉപകാരമാണ്. അതേപോലെ മഴക്കാലത്ത് നമ്മൾ തീന്നെ വിടുമ്പോ മഴ പെയ്ത് കഴിഞ്ഞാൽ അതൊരു നല്ലൊരു ഉപകാരം. ഇതൊക്കെ തന്നെ അതില് നല്ല ബുദ്ധിമുട്ടിയിട്ടുണ്ട്. സമയത്ത് പ്രാവുകൾ പറക്കുമ്പോ ഈ മറ്റുള്ള പ്രാവുകളുടെ ഷെഡിന്റെ ഉള്ളിൽ തീന്നെ വിട്ട് അത് അടയ്ക്കാം. അതുകൾ പട്ടിണി കിടക്കണ്ട. അവർക്ക് അതിന്റെ ഫുഡ് 6 മണിയായത് നമുക്ക് ഫുഡ് ഷെഡ് അടച്ചു, അതിൻ്റെ ഉള്ളിൽ ഫുഡ് കൊടുത്തു, എല്ലാം റെഡിയാക്കി അതുകളെ സെറ്റാക്കാം. അതുകൾ ഇറങ്ങണ വരെ അതുകളെ വെയിറ്റ് ചെയ്യിപ്പിക്കണ്ട. അങ്ങനെയൊക്കെ നല്ല ഷെഡില്ലാത്ത ടൈമിൽ നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു ആ ടൈമിൽ. അല്ലാതെ നമ്മൾക്ക് വീട്ടുകാരൻ്റെതായിട്ട് എത്ര നേരം ഇരിക്കണ്ടേ, നമ്മൾ എത്ര നേരം പ്രാവ് പറക്കണം അത്ര നേരം അതുകൾ ഫുഡ് ഇല്ലാണ്ട് ഇരിക്കില്ല. അതൊരു ബുദ്ധിമുട്ട് പ്രാവുകൾക്ക് ഭയങ്കര തന്നെയാണ്. അത് ഷെഡ് ഉണ്ട് വന്ന വലിയ ഉപകാരവും. അതാ ഏറ്റവും നല്ലത്.
ഷെഡ് വേണം, മെയിനായിട്ട് ഷെഡ് വേണം. സൗകര്യങ്ങൾ കൂടുന്തോറും പ്രാവിന്റെ പറവയും കൂടി ചേഞ്ച് ആക്കും. പറഞ്ഞു വരുന്നത്. ഇവിടെ പാലക്കാടിനെ സംബന്ധിച്ചിടത്തോളം ക്ലൈമറ്റ് എപ്പോഴെങ്കിലും ഒരു വെല്ലുവിളിയായി വന്നിട്ടുണ്ടോ? അതൊക്കെ വന്നിട്ടുണ്ട്. അതായത് നമ്മൾ ഓടുന്ന ടൈമിൽ നല്ല ഇത്തിരി ക്ലൈമറ്റൊക്കെ കിട്ടും. പന്തയം വിടുമ്പോൾ വെയിലായിട്ടൊക്കെ അങ്ങനെ. ഈ പ്രാവശ്യം തന്നെ നമ്മൊരു ഇതിൽ വിട്ടിട്ട് ഇതാണ് പുതുപ്പുരാരും പന്തയം ചാൻസ് പറവേ വിട്ടത്. ഓട്ടിയത് ക്ലൈമറ്റിൽ തന്നെയാണ്. 15 മണിക്കൂറോളം ഓട്ടി. എന്നാലും പന്തയം വിട്ട് കഴിഞ്ഞാൽ ഈ ടൈമെങ്കിലും പിടിക്കാമെന്ന് വിചാരിച്ചു. 9 മണിക്ക് ശേഷം വെയിലടിച്ചുകൊണ്ട് പ്രാവുകൾ രണ്ടും തൊങ്ങിയിട്ട് ഞാൻ ഔട്ട് വിളിച്ചിട്ട് പ്രാവ് ഇട്ട് കൊടുത്തിരിക്കണം ഈ പ്രാവശ്യം തന്നെ. അങ്ങനെ കുറേ എണ്ണം സംഭവിച്ചിട്ടുണ്ട്. പാലക്കാടിനെ സംബന്ധിച്ചിടത്തോളം പറപ്പിക്കൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് എന്നാണ് അപ്പോൾ പറയുന്നത്. അതെ, നമ്മുടെ ക്ലൈമറ്റിൽ ഇത്തിരി ബുദ്ധിമുട്ട് തന്നെയാണ്. വീട്ടുകാരുടെ ഭാഗത്തു നിന്ന് എങ്ങനെയാണ് സപ്പോർട്ടും കാര്യങ്ങളൊക്കെ? വീട്ടുകാരുടെ എല്ലാവരുടെ ഭാഗത്തു നിന്ന് നല്ല സപ്പോർട്ടാണ്. നല്ല സപ്പോർട്ടാണ്. നമ്മളിവിടെ ഇപ്പോൾ ഒരു ലെഫ്റ്റ് റൈ വന്നു കഴിഞ്ഞാലും കൂടി നമ്മൾ ഇന്നേ വരെ വെളിയിൽ പോയിട്ട് ഭക്ഷണം കൊടുക്കാറില്ല അയാൾക്ക്. നമ്മൾ വീട്ടിൽ തന്നെ നമ്മുടെ അമ്മയ്ക്ക് അമ്മൻ്റെ അടുത്ത് രാവിലെ പറഞ്ഞു കഴിഞ്ഞാൽ അമ്മ അതിനുള്ളത് നമ്മുടെ അടുത്തമ്മ, അതായത് മഹേഷേട്ടൻ്റെ ഭാര്യ, ഇവരൊക്കെ കൂടി അതിനുള്ളത് സെറ്റ് ചെയ്ത് ആരും ഇന്നേ വരെ വെളിയിൽ പോയി കഴിക്കാൻ പറഞ്ഞിട്ട് കൊണ്ടുവന്ന ആൾക്കാരെ ഇതാക്കിയിട്ടില്ല. നമ്മൾ വീട്ടിൻ്റെ ഉള്ളിൽ ഇരുത്തിയിട്ട് കൊടുക്കുക. അവർക്ക് എന്താ രാവിലെ ചോദിച്ചാൽ എന്താ ഭക്ഷണം നിങ്ങൾക്ക് പറ്റുക അത് ചോദിച്ചിട്ട് അനുസരിച്ചിട്ട് നമ്മൾ കൊടുക്കാറുള്ളൂ. അല്ലാണ്ട് വീട്ടുകാർക്ക് ഒരു സപ്പോർട്ട് കുറവില്ല. നല്ല രീതിയിൽ നിങ്ങളെ ഈ പ്രാവ് വളർത്തുന്നതിൽ നല്ല സപ്പോർട്ടാണ്. അതെ, വീട്ടുകാർ നല്ല സപ്പോർട്ടാണ്. വീട്ടുകാർ വീട്ടുകാർ നമ്മൾക്ക് ചില ടൈമിൽ നമ്മൾ ഇല്ലെങ്കിലും കൂടെ മഹേഷേട്ടൻ്റെ ഭാര്യ ചിലപ്പോൾ ഇവിടെ വന്നൊരു ഒന്നും അറിയില്ലെങ്കിലും കൂടി നമ്മൾ അറകളൊക്കെ നമ്പർ എഴുതി വെച്ചിട്ടുണ്ട്. ഇന്ന നമ്പറത്തെ പ്രാവിനെ എടുത്ത് വിടുകയും പറഞ്ഞാൽ ആൾ വിട്ട് ആൾ ഇടയ്ക്ക് ഒരു നോട്ടത്തിൽ കറുപ്പ് വെള്ളമെന്നേ അറിയുള്ളൂ അവർക്ക്. അങ്ങനെയൊക്കെ നോക്കാറുണ്ട്. അതിനൊക്കെ സപ്പോർട്ടിങ് ആണ്. അമ്മയാണെങ്കിൽ നല്ല സപ്പോർട്ടിങ് ആണ്. അമ്മ ആഴ്ചയിൽ വല്ല മാസത്തിലൊക്കെ കയറി ഈ ഷെഡൊക്കെ അമ്മ വൃത്തിയാക്കും, അടിച്ചിട്ടൊക്കെ വൃത്തിയാക്കി തരാറുണ്ട്. അതിലൊന്നും ഇതില്ല. പിന്നെ നമ്മൾ രണ്ടാഴ്ച കൂടുമ്പോൾ നമ്മുടെ ഏട്ടൻ ഇതൊക്കെ അടിച്ച് ക്ലിയർ ആക്കാറുണ്ട്. എന്നാലും വീട്ടിൽ എന്തായാലും സപ്പോർട്ടാണ്. ഭാഗത്തുനിന്ന് പ്രാവ് വളർത്തുന്നതിൽ ഏറ്റവും നല്ല സപ്പോർട്ട് തന്നെയാണ്. അതുപോലെ തന്നെ മഹേഷേട്ടനും നിങ്ങളും തമ്മിലാണ് പ്രാവ് ഓട്ടുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ നിങ്ങളുടെ ജോബും കാര്യങ്ങളൊക്കെ ആയിട്ട് എങ്ങനെയാണ് അത് മാനേജ് ചെയ്ത് പോകുന്നത് ട്രെയിനിങ് ടൈമിലൊക്കെ? ട്രെയിനിങ് ടൈമിൽ നമുക്ക് അത് ഒത്തിരി ബുദ്ധിമുട്ട് തന്നെയാണ്. എന്താ പറയുക, നമ്മൾ മുനിസിപ്പാലിറ്റിയിലാണ് പോകുന്നത്. മുനിസിപ്പാലിറ്റി ക്ലീനിങ്ങിലാണ് പോകുന്നത്. രാവിലെ 7 മണിക്ക് പോകണം. ഇപ്പോൾ 6 മണിക്കാണ് റെഡിയാകും. ചിലപ്പോൾ നമ്മൾ ഈ പ്രാവുകളിലേക്ക് ഓട്ടി ഒന്ന് സെറ്റായിട്ട് അതുകളിലേക്ക് ഇറക്കി ഇതാക്കുമ്പോൾ തന്നെ 3 മണി 4 മണി ആവും ഭക്ഷണമൊക്കെ കൊടുത്ത് കഴിയുമ്പോഴേക്കും. രാത്രി എല്ലാത്തിനും ഇറക്കി കഴിഞ്ഞിട്ട് നമ്മൾ എല്ലാത്തിനും ഭക്ഷണം കൊടുത്ത് നമ്മൾ കിടക്കുമ്പോഴേക്കും ആവും. അതിൻ്റെ ഇടയിൽ നമ്മൾ പറന്നിറങ്ങിക്കഴിഞ്ഞാൽ ഏട്ടൻ പോയി കിടക്കും. പിന്നെ ഞാൻ ഇതുകൾക്കൊക്കെ ഫുഡ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് ഞാൻ കിടന്ന് 6 മണിക്കണിച്ച് ഞാൻ പിന്നെ എൻ്റെ വർക്കിന് പോകും. അപ്പോൾ ഏട്ടന് ഒന്ന് പന്തൽ വർക്കാണ്. അപ്പോൾ ഈ ടൈമിൽ കുറച്ച് വർക്ക് കമ്മിയാവും. സീസൺ ടൈമിൽ കുറച്ച് മഴയടിച്ച് പറഞ്ഞാൽ തിരികെ വർക്ക് കമ്മിയാണ്. അപ്പോൾ അവനാണ് പിന്നെ ഓട്ടാനുള്ള സപ്പോർട്ടിങ്ങിനായിട്ട് നിൽക്കുന്നത്. അവർ രാവിലെ അണിച്ച് വെള്ളം കൊടുക്കാനും പ്രാവിന് വിടാനുള്ള സമയത്തൊക്കെ അവൻ വിട്ട് ഒക്കെ സെറ്റാക്കി വിടും. പിന്നെ ഞാൻ വർക്ക് ഉച്ചവരെ നമുക്ക് വർക്കുള്ളൂ. അത് കഴിഞ്ഞ് ഞാൻ വന്നു കഴിഞ്ഞാൽ ഏട്ടൻ കുറച്ച് നേരം പോയി കിടന്നുറങ്ങും. ഇപ്പോൾ എണിച്ചത് കഴിഞ്ഞ് പിന്നെ നമ്മൾ കുറച്ച് നേരം നമുക്ക് പിന്നെ ഉറക്കമുണ്ടെന്നങ്ങനെ പോകും. അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ അങ്ങനെ നിൽക്കും. അങ്ങനെയൊക്കെ ആയിട്ട് തിരിയതാണ്. ബുദ്ധിമുട്ട് തന്നെയാണ്. എന്നാലും പിന്നെ നമുക്ക് രണ്ടുപേർക്കും പണി ഉണ്ടെങ്കിൽ ഒന്നിൽ നമ്മുടെ കൂട്ടുകാരന്മാരോട് ഇന്നപോലെ പ്രാവുകൾ ഇന്നപോലെ ടൈമിന് വിടാൻ പറയും. അപ്പോൾ അവർക്ക് പണിയില്ല. നമ്മുടെ 2 പയ്യന്മാരുണ്ട്, അപ്പു സുനിൽ പറഞ്ഞിട്ട്. അവരിപ്പോൾ ഇവിടെ ഇല്ല. അവരാണ് ഒന്നാമത് മെയിനായിട്ട്. അവരൊക്കെ ഇപ്പോൾ വന്നിട്ട് പ്രാവുകളിലേക്ക് ടൈമിന് വിടുന്നത് അവരാണ്. അവർ ഫുൾ സപ്പോർട്ടാണ്. ജോലിക്ക് പോകുമ്പോൾ അവർ നമ്മുടെ അനിയന്മാരായിട്ട് അവർ വന്നിട്ട് അവരാണ് സപ്പോർട്ടായിട്ട് നമുക്ക് പ്രാവുകളിലേക്ക് വിടാനൊക്കെ നല്ല സഹായിക്കുന്നുണ്ട്. രാജീവേട്ട, ഈ ലോഫ്റ്റിൽ വന്നിട്ട് നിങ്ങൾ ഈ ഇപ്പോൾ നൈറ്റൊക്കെ കയറ്റി ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പൊക്കെ നല്ല 8 മണി 9 മണി വരെയൊക്കെ പറപ്പിക്കുന്നുണ്ട്. അപ്പോൾ അതിന് എന്തെങ്കിലും പ്രത്യേകമായിട്ടുള്ള എന്തെങ്കിലും ട്രെയിനിങ് രീതികളോ ഇല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ചെയ്തിട്ടുള്ള അനുഭവങ്ങൾ ഉണ്ടാകുക ചോദിച്ചാൽ ഉണ്ട്. നമ്മൾ ഈ ടൈമിൽ 2015 മുന്നായില്ലൊക്കെ നമ്മൾ വേറൊരു കൂടുകളിൽ പോയിട്ടാണ് നെയ്റ്റ് പറക്കണ പ്രാവുകളിൽ മെയിനായിട്ട് കണ്ടിട്ടുള്ളത്. നമ്മളായിട്ട് അറിയില്ല അതെങ്ങനെ പറപ്പിക്കണമെന്നോ അതൊന്നും അറിയില്ല. നമ്മളൊരു സുപ്രഭാതത്തിൽ അവരുടെ അടുത്ത് ചോദിച്ചു. അത് നമ്മുടെ ആശാൻ തന്നെയാണ്. ചോദിച്ചപ്പോൾ അതൊന്നും ഒരു കാര്യമില്ലടാ, നമ്മൾ വന്ന് നെയ്റ്റ് വൈകുന്നേരം ഇരുട്ട സമയത്ത് ഒരു 4 പ്രാവശ്യം എറിഞ്ഞാൽ അത് മിസ്സായി ഇതങ്ങനെയൊക്കെ സെറ്റാകും പറഞ്ഞു. അപ്പോൾ നമ്മൾ ഫോക്കസ് കാര്യങ്ങളൊന്നും കെട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ട്യൂബിൽ നമ്മൾ റിഫ്ലക്ടർ ഒട്ടിയിട്ട് മേലേക്ക് അടിക്കുന്ന പോലെ ചെയ്തിട്ടുള്ളൂ. ട്യൂബ് അതായത് നമ്മൾ ട്യൂബ് വെക്കാൻ വേണ്ടിയിട്ട് ഒരു അട്ടപ്പെട്ടി സെറ്റ് ചെയ്തിട്ട് അതിൽ റിഫ്ലക്ടർ ഒട്ടുക, എന്നിട്ട് അതിന് മേലെ ട്യൂബ് വെക്കല്. അങ്ങനെയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പേപ്പർ റിഫ്ലക്ടറിൻ്റെ നമ്മൾ പേപ്പർ ഉണ്ടല്ലോ വർണ്ണക്കടലാസ് പോലത്തെ, അങ്ങനത്തെ അതിലാണ് നമ്മളത് സെറ്റ് ചെയ്ത് വെച്ചിട്ട് അത് അധികം ഹൈറ്റൊന്നും നമ്മൾ ഒരു തെങ്ങിൻ്റെ ഹൈറ്റിലേക്ക് പ്രാവുകളിനെ കാണുള്ളൂ.
അപ്പോൾ അങ്ങനെ നമ്മൾ കുറച്ച് തിരി ബുദ്ധിമുട്ട് നെയ്റ്റൊക്കെ കയറ്റി തുടങ്ങി. പിന്നെ ആഴ്ച പന്തയങ്ങളിൽ അന്നൊരു ടൈം ഇട്ടാണ് ഒരു 20 വർഷം മുന്നേ നമ്മുടെ ഇവിടെ സിവിൽ ഏരിയ ടൂർണമെൻറ്റിൽ ഒരു 7:28 ഇട്ടുണ്ടായിരുന്നു. 28 അവിടുത്തെ ടോപ്പ് ടൈം ഉണ്ടായിരുന്നു. നമ്മൾ 15 മുന്നേ വരെ ഈ ടൈമിലായിരുന്നു അവിടെ നിന്നിട്ടുണ്ട്. അതായത് നമ്മൾ പന്തങ്ങൾ വിടാത്ത മുന്നേ അവിടെ ഒരു ടൈം ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ വിടാൻ തുടങ്ങിയപ്പോൾ നമുക്കൊരു അതിലൊരു വാശി ഉണ്ടായിരുന്നു, ആ ടൈം അങ്ങനെയൊക്കെ കവിക്കണമെന്ന്. ആ ടൈം കവിക്കാൻ വേണ്ടി നമ്മൾ മത്സരം വിട്ടതിന് ശേഷം കുറേ പന്തയങ്ങൾ ഈ മത്സരം, അതായത് ഈ ടൈമിന് വേണ്ടിയിട്ട് നമ്മൾ പന്തയങ്ങൾ മിസ്സാക്കിയിട്ടുണ്ട്. മിസ്സാക്കുക പറഞ്ഞാൽ പ്രാവുകൾ മെയിനായിട്ട് കാണാത്ത ഇതിൻ്റെ ലെവലിലൊക്കെ പ്രാവ് ഇട്ടാൽ കാണും എന്നല്ലാതെ മേലെ പോകുമ്പോൾ പ്രാവിനെ കാണാണ്ട് കുറേ മിസ്സാക്കിയിട്ടുണ്ട്. എന്നിട്ട് ഞാനൊരു 7:24 ഈ ടൈമിലിട്ടോ 2014 ഞാൻ 7:24 ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ആ 24 ഇട്ടു, എന്നാലും 2 മിനിറ്റ് വ്യത്യാസത്തിൻ്റെ അതിൽ പോയി. പിന്നെ 8:15 ഇട്ടത് 2016 നമ്മൾ അപ്പോൾ ഒരു MH വെച്ച് കിട്ടിയിട്ടുണ്ടായിരുന്നു. MH വെച്ച് ഇട്ടിട്ടാണ് പിന്നെ ഇവിടെ നമ്മൾ ട്രെയിനിങ് കൊടുത്തിട്ട് 8:15 ഇട്ടത്. അപ്പോൾ ആ ഒരു റെക്കോർഡ് താണ്ടി നമ്മൾ 2016 താണ്ടി. ഇന്നേ വരെ ഈ ടൈമിൽ വേറെ ആരും കയറി വന്നിട്ടില്ല. അതുകൊണ്ട് നമ്മളിപ്പോഴും അധികം ഈ ടൈമിൽ ആഴ്ച പന്തയത്തിൽ നമ്മൾ ഇടാറില്ല. നമ്മൾ ഇടുകയാണെങ്കിൽ 7:30 അങ്ങനെ ഈ ലെവലിൽ തന്നെ പോകും. പിന്നെ ജോഡി പന്തയത്തിൽ മാത്രം നമുക്ക് അതൊരു എല്ലാവർക്കും ഒരു ഹരം തന്നെയല്ലേ ടൈം കയറ്റണം എന്നുള്ളത്. അപ്പോൾ അതിനുള്ള ലൈറ്റ് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് അതിന് മാത്രമായിട്ട് മെനക്കെട്ട് ഓട്ടാറുണ്ട്. ജോഡിക്കാണെങ്കിലും ഒറ്റയ്ക്കാണെങ്കിലും നെയ്റ്റ് നിന്ന് പറപ്പിക്കാറുണ്ട്. അപൂർവം നമ്മൾ ആഴ്ച പന്തയത്തിലേക്ക് മാറ്റി വെച്ച പ്രാവുകൾ ഒരു സെപ്പറേറ്റ് അതായത് നമ്മൾ ഈ പ്രാവശ്യം എടുക്കുന്ന പ്രാവുകൾ എന്നൊക്കെ ഉണ്ട്, അതൊക്കെ ആഴ്ച പന്തയങ്ങളിലെ ഫസ്റ്റ് വിടുകയുള്ളൂ. എന്നിട്ടാണ് അതിന് വലിയ പന്തയം, അതായത് അതിലേക്ക് നമുക്ക് കുഴപ്പമില്ല എന്ന് കണ്ടാൽ മാത്രമേ നമ്മൾ വലിയ പന്തയത്തിലേക്ക് ഓട്ടുള്ളൂ. അങ്ങനെയാണ് നമ്മൾ ചെയ്യുക. എന്താ പറഞ്ഞാൽ നമുക്ക് ആഴ്ച പന്തയത്തിൽ മെയിൻ ആഴ്ച പന്തയത്തിൽ പറഞ്ഞൊരു പ്രാവിനെ നമുക്ക് ധൈര്യത്തിൽ ഓട്ടാൻ തുടങ്ങാം. സെയിം പ്രാവിനെ തന്നെയാണ് നിങ്ങൾ വലിയ ടൂർണമെന്റിലേക്ക് ഇറക്കുന്നത്, ആഴ്ച പന്തയം വിടുന്ന, അതായത് ആഴ്ച പന്തയം വിടുന്ന പ്രാവിനെ തന്നെയാണ് ഇതിലേക്ക് ഇറക്കുക. പക്ഷേ ഈ ഇതിലേക്ക് നമ്മൾ ഓട്ടാൻ തുടങ്ങിയ പിന്നെ ആഴ്ച പന്തയത്തിലേക്ക് വിടില്ല. വലിയ പന്തയത്തിലേക്ക് ഓട്ടാൻ തുടങ്ങിയ പിന്നെ ആഴ്ച പന്തയം നമ്മൾ വിടാറില്ല. അപ്പോൾ ഇതിൽ തന്നെയാണ് മെയിനായിട്ട് നമ്മൾ ആ ആഴ്ച പന്തയത്തിലേക്ക് അതിനൊന്ന് വിട്ടതാകണമെന്ന് സഭയ്ക്ക് വരുമോ എന്നൊരിത്. എന്താ പറയുക, നമ്മൾ ആഴ്ച പന്തയത്തിൽ വിടുമ്പോൾ 10 ആൾക്കാർ നോക്കുന്നതും നമ്മൾ അത് ഒരാൾ ജോഡി പന്തയത്തിൽ ഒരാൾ നോക്കുന്നതിൻ്റെ ഒരു വ്യത്യാസമുണ്ട്. അതുകൊണ്ട് നമ്മൾ ഫസ്റ്റ് അതേ ചെയ്യാം. ഇതെല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. കാരണം പ്രാവുകൾ കള്ളത്തരം കാണിക്കാതെ 10 ആൾക്കാരുടെ മുന്നിൽ പറക്കുന്ന ഒരു പന്തയം കൂടിയാണ് ആഴ്ച പന്തയം. പാലക്കാട് മാത്രമേ ഈ ഒരു പന്തയം നടക്കുന്നുള്ളൂ എന്നുള്ളൊരു ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ എല്ലാവരുടെയും, കാരണം ഒരു പ്രാവിൻ്റെ മേൽ 10 ആളുടെ കണ്ണുണ്ടാവും. അപ്പോൾ പാലക്കാടിനെ സംബന്ധിച്ചിടത്തോളം ആ ഒരു ടൂർണമെൻറ്റ് ആഴ്ച പന്തയം, കാരണം മുംബൈക്കായും അതുപോലെ പല പ്രൈസ് ഡിസ്ട്രിബ്യൂഷനിൽ പോകുമ്പോൾ പറഞ്ഞു കേട്ടിട്ടുള്ളൊരു സംഭവമാണിത് ആഴ്ച പന്തയം എന്നുള്ളത്. അപ്പോൾ ആഴ്ച പന്തയം വളരെ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു പന്തയം തന്നെയാണ്. കാരണം ഒരു റഫറി വന്നിട്ട് ആ ഒരു പ്രാവിനെ നിരീക്ഷിക്കുകയല്ല, 10 ആൾക്കാർ അടുത്തുള്ള 10 കൂടുകൾ ചേർന്ന് വിടുന്ന ഒരു പന്തയം കൂടിയാണ്. 10-15 കൂടുകളുണ്ടാവും. ഇവരെല്ലാവരും ആ പ്രാവുകളെ നിരീക്ഷിക്കുകയാണ്. അപ്പോൾ ആ പ്രാവ് എന്തെങ്കിലും കള്ളത്തരം കാണിക്കുന്നുണ്ടോ എന്നുള്ളതും കൂടി നമുക്ക് അറിയാൻ പറ്റുന്ന ഒരു സംഭവം കൂടിയാണ് ആഴ്ച പന്തയം എന്ന് പറയുന്നത്. അപ്പോൾ അത് നല്ല ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു പന്തയം തന്നെയാണ്. അതെ, ഇവിടെ നമുക്ക് ഇത്തിരി ടാസ്ക് ആയിട്ട് ഒരു പന്തയം പറയണത്, ഇവിടുത്തെ ഒരു നമ്മുടെ എല്ലാ പന്തയം കഴിഞ്ഞിട്ട് ഒരു ഒറ്റ പന്തയം പറഞ്ഞിട്ട് ഒരു കൂടും, ഒരു പന്തയം വിടും. അതായത് ഇടയിൽ ഓരോ ദിവസത്തിൽ അവർക്ക് ഒരു പ്രാവിനെ വിടാം. അത് ഒരു പ്രാവിനെ വിട്ടതിന് ശേഷം ഈ പ്രാവ് 1 മണിക്കൂർ ജോഡിക്ക് അടക്കം പറക്കാനേ വരില്ല. ഫുള്ളായിട്ട് ഒറ്റയ്ക്ക് തന്നെ പറക്കണം. പിന്നെ 10 എത്ര പ്രാവ് ഉണ്ടോ അതൊന്നുമില്ല, ഈ പ്രാവ് ഒറ്റയ്ക്ക് പറക്കണം. അതാണ് ഇവിടുത്തെ ഒരു ടാസ്ക്. ജോഡി പിടിച്ച് പറന്ന ഔട്ടാണ്. ഈ മദ്രാസ് ആ ഒരു സൈഡൊക്കെ അങ്ങനത്തെ വേറെ പ്രാവുകളോട് ജോഡി പിടിക്കരുത്, 10 മിനിറ്റിന്റെ മേലെ ജോഡി പിടിച്ച് പറന്ന ഇവിടെ അങ്ങനത്തെ ഒരു ഇതുണ്ട്. ഇവിടെ 1 മണിക്കൂർ ടൈമുണ്ട്. 1 മണിക്കൂറിൽ, അതായത് നമ്മളിപ്പോൾ ഇന്ന ജോഡി തന്നെയല്ല, 1 മണിക്കൂറിൽ ഈ പ്രാവിന് ജോഡിയാണ് കാണുന്നുണ്ടെങ്കിൽ ഔട്ടാവും. അപ്പോൾ നമുക്ക് ഇന്ന ജോഡി അത് മാറിപ്പോയിട്ട് വേറെ ജോഡി പിടിച്ചു എന്നൊന്നും ഇതിൽ എക്സ്ക്യൂസ് ഇല്ല. പറക്കുമ്പോൾ നമുക്ക് ഒറ്റയ്ക്ക് പ്രാവിനെ കാണും. അത് നമ്മൾ ലെഫ്റ്റ് കാണിച്ച് ബോധിക്കും. ആഴ്ച പന്തയം നമ്മുടെ ആഴ്ച പന്തയത്തിലെ റൂളില്ല, ഈ ഒരു പന്തയത്തിൽ മാത്രം അതൊരു റൂളുണ്ട് നമുക്ക്. പിന്നെ നമ്മുടെ ഇവിടെ സെപ്പറേറ്റ് ആയിട്ട് ഒരു പന്തയം പറയുന്നത് സംക്രാന്തി പന്തയം പറഞ്ഞ് നടക്കും. സംക്രാന്തി ദിവസം മാത്രം ഒരു പന്തയം, അത് 7 ദിവസം ഒന്നുമില്ല. അത് ഏതാണ് സംക്രാന്തി ദിവസം വരുന്നത് അന്ന് എല്ലാവരും കൂടെ ഒരു കൂടെയായിട്ട് ഒരാഴ്ചയായിട്ട് അങ്ങനെ ഒരു വീട്ടിൽ, അതാണ് നമ്മുടെ ഇവിടുത്തെ ഒരു വെറൈറ്റി ആയിട്ട് ഒരു പന്തയം പറയും. ഇത് 2 എണ്ണമാണ് ആഴ്ച പന്തയത്തിൽ നടത്തുന്നത്. ബാക്കിയെല്ലാം ഒരേപോലെ തന്നെയാണ്. എന്തോ 2 കേൾക്കുന്ന ഒരു സംഭവം കൂടിയാണ്. ചേട്ടാ ഇതാരൊക്കെയാണെന്ന്? ഇത് നമ്മുടെ 2 ഏട്ടന്മാരുടെ മക്കളാണ്. ഇത് മകേഷ് ഏട്ടൻ്റെ മക്കള്, ഇത് 2 പേരും. മകേഷ് രാപ്പാടിയുടെ,
ഇത് മഹേഷ് ഏട്ടൻ്റെ താഴത്തെ, അതായത് എൻ്റെ മൂത്തതിലെ 2 പേര്. ഒന്ന് പേരൊക്കെ പറഞ്ഞു കൊടുക്കും. എൻ്റെ പേര് ആര്യ. അവന്റെ പേരെന്താ? രുദ്രൻ. എൻ്റെ പേര് ധ്രുവൻ. ധ്രുവൻ. അഭിരാമി. അഭിരാമി. അതെ, ഇത് മഹേഷ് ഏട്ടൻ്റെ. പിന്നെ അടുത്ത വാരിസുകളാണ് നമ്മുടെ പ്രാവിൻ്റെ. അതിന്റെ അടുത്ത തലമുറയാണ് അല്ലേ? അതെ. പ്രാവുകളിലൊക്കെ ശ്രദ്ധിക്കാറുണ്ടോ നിങ്ങൾ? പിന്നെ ഇതാ നമ്മുടെ കൂട്ടുകാരൻ ആരീസ്. നമ്മുടെ പ്രാവുകൾക്ക് എല്ലാത്തിനും സപ്പോർട്ട് ആരീസ്. പിന്നെ 1-2 കൂട്ടുകാരന്മാരുണ്ട്, അവർക്കൊന്നും വരാൻ പറ്റിയിട്ടില്ല. ഒന്ന് സാദിഖ്, സയ്യിദ്, റഫി, പിന്നെ മെയിൻ നമ്മുടെ ആശാൻ മുരളിയേട്ടൻ പറയും, സിവിൽ സ്റ്റേഷൻ്റെ അതാണ്. പിന്നെ കുറച്ച് പിള്ളേർ സുനിൽ, അപ്പു, സൂരി, പിന്നെ പോലെയൊക്കെയാണ് നമ്മളൊക്കെ ഒരു സപ്പോർട്ടായിട്ട് നിൽക്കുന്നത്. എന്നും കൂടെയുള്ളത് ഒന്ന് സാദിഖ്, ആരീസ്, സെയ്ത്, ഇങ്ങനെയൊക്കെയാണ് എന്നും പ്രാവിൻ്റെ ഒപ്പം ഉള്ളത്. കൂടെ നിൽക്കും. നല്ല പ്രാവ് പറപ്പിക്കുന്നതിനൊക്കെ എല്ലാത്തിനും സപ്പോർട്ടാണ്. നേരത്തെ വിളിച്ചാൽ നമ്മൾ അനുവലിയാണ്, ഒറ്റയ്ക്കാണ്, ഒന്ന് വരും പറഞ്ഞാൽ ആൾ വരും. ഒക്കെ തന്നെ നല്ലൊരു സപ്പോർട്ടായിട്ട് നിൽക്കുന്നവരാണ് നമ്മുടെ കൂട്ടുകാരന്മാർ. അതേപോലെ നമ്മുടെ വീട്ടുകാർ ഇന്നേ വരെ ഒരു എതിർപ്പായിട്ട് നമുക്ക് വന്നിട്ടില്ല. നമുക്ക് വേണമെങ്കിൽ അമ്മനെ വേണമെങ്കിൽ നമുക്ക് താഴത്ത് പോയി കാണാം. അപ്പോൾ മഹേഷ് ഏട്ടനെയും അതുപോലെ തന്നെ രാജീവ് ഏട്ടനെയും കുറിച്ചിട്ട് എന്തെങ്കിലും പറയാനുണ്ടോ? ഞാൻ രാജീവ് ഏട്ടനെയും മഹേഷ് ഏട്ടനെയും ബന്ധപ്പെട്ടത് സാദിഖിൻ്റെ വഴിയാണ്. സാദിഖ് എൻ്റെ കൂട്ടുകാരനാണ്. അപ്പോൾ ആ വഴി പ്രാവിൻ്റെ വഴി തന്നെയാണ് ഞങ്ങളെല്ലാവരും ബന്ധപ്പെട്ടത്. പ്രാവായിട്ട് നമുക്ക് കൂട്ടുകെട്ട് കുറേ കിട്ടിയിട്ടുണ്ട്. ഇവിടെ മാത്രമല്ല, കുറേ ഭാഗത്ത് പ്രാവ് വളർത്തലിൽ അതൊരു ബെനിഫിറ്റാണ്. നമുക്ക് ബന്ധങ്ങൾ കൂടുതൽ കിട്ടുന്നുണ്ട്. പിന്നെ ഈ പ്രാവ് പറയണത് നമ്മളും ഇതേപോലെ 10-20 കൊല്ലമായിട്ട് വളർത്തുന്നതാണ്. രാജീവട്ടം പറഞ്ഞാൽ പ്രാവിൻ്റെ നമുക്ക് പറപ്പിക്കാനായാലും അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പ്രാവ് കൊടുത്ത് പറപ്പിക്കുന്നതാണ്. പിന്നെ രാജീവിൻ്റെ കയ്യിൽ നല്ല ജോഡി സെറ്റുകളുണ്ട്. നമുക്ക് അനുഭവം ഉണ്ട് പറഞ്ഞാൽ ഇങ്ങോട്ട് പറപ്പിക്കാനും തരും. നമ്മുടെ കയ്യിൽ അനുഭവം എന്ന് പറഞ്ഞാൽ രാജീവേട്ടന് അങ്ങോട്ട് പറപ്പിക്കാനും കൊടുക്കും. അതാണ് നമ്മൾ തമ്മിലുള്ള ബന്ധം. 3 ആൾ, നമ്മൾ സാദിഖ്, പിന്നെ സെയ്ത് പറയും, 2-3 പേരുണ്ട്. അങ്ങനെ പറപ്പിച്ചുകൊണ്ടിരിക്കണതാണ് ഒരു ബന്ധം. നല്ലതാണ്. പ്രാവ് റിസൾട്ട് കിട്ടണം പറഞ്ഞാൽ നമുക്ക് എല്ലാ ജോഡിയും നമുക്ക് ഓട്ടാൻ പറ്റില്ല. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നമ്മൾ പറപ്പിക്കും, കൊടുക്കാനോ. അപ്പോൾ കൊടുത്തു പറഞ്ഞാൽ ഇവൻ്റെ അവിടെ പറന്ന് പറഞ്ഞാൽ പറയും ആൾ പറക്കുന്നുണ്ട്, ആ ജോഡി സെറ്റാണെന്നൊക്കെ പറയും. നമുക്കൊരു കൊല്ലത്തിലൊരു 4 പ്രാവ് 5 പ്രാവ് പറപ്പിക്കാൻ പറ്റുള്ളൂ. നമ്മുടെ ഒരു 10-15 ജോഡി എന്തായാലും ഉണ്ടാവും. നമുക്ക് റിസൾട്ട് അറിയണം പറഞ്ഞാൽ 10 ആൾക്ക് കൊടുക്കണം. പുറത്തായാലും ശരി, കൂട്ടുകാരന്മാർക്ക് അത്രയും ഉത്തമം. നമുക്ക് റിസൾട്ട് കിട്ടും. പുറത്തു പോയാൽ പിന്നെ നമ്മുടെ പ്രാവില്ലല്ലോ. പറഞ്ഞാൽ മാത്രം പറയും, പറഞ്ഞില്ലെങ്കിൽ നമ്മളെ കുറ്റം പറയും. പറപ്പിക്കാനുള്ള ഒരു കഴിവ് വേണം, അതാണ് മെയിനായിട്ടുള്ളത് പ്രാവിൽ. ഇപ്പോൾ ചെറിയ കുട്ടികൾക്ക് കൊടുത്തു പറഞ്ഞാൽ അവർ പറപ്പിക്കണമെന്നില്ല, ചിലപ്പോൾ റിസൾട്ട് കിട്ടില്ല. പറപ്പിക്കുന്നവരെ കൊടുത്താൽ റിസൾട്ട് കിട്ടും. അതുകൊണ്ടാണ് നമ്മൾ ഈ 3 ബാച്ചായിട്ടുള്ള സർക്കിളിൽ ഇങ്ങനെ പ്രാവുകൾ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്തിട്ട്. ഓക്കെ. പിന്നെ അപ്പോൾ നല്ലൊരു ബ്ലഡ് ലൈൻ പ്രാവ് ഉണ്ടെങ്കിലാണ് നമുക്ക് ഈ പറഞ്ഞ കഴിഞ്ഞ 10-15 കൊല്ലമായിട്ട് ടൂർണമെൻറ്റ് വിടാൻ പറ്റുള്ളൂ. അപ്പോൾ നിങ്ങളുടേതായ ഒരു ഐഡൻറ്റിറ്റി ഉണ്ടാക്കി തന്ന പ്രാവുകൾ എന്ന് പറയുന്ന ഏതെങ്കിലും ഉണ്ടോ? അത് നമ്മളിപ്പോൾ കാണിച്ചു തന്നാൽ 3 പ്രാവാണ് നമ്മുടെ ഐഡൻറ്റിറ്റി ആയിട്ട്, 3 ആണുകൾ. അതിൽ നിന്ന് നമ്മൾ ഓരോരോ പട്ടകൾ ഇട്ടിട്ട് ബ്രീഡിങ് ആക്കിയിട്ട് നമ്മൾ ഇപ്പോൾ ഒരു 4 കുഞ്ഞെടുത്ത് കഴിഞ്ഞാൽ 2 കുഞ്ഞിനെ പറപ്പിക്കാറുള്ളൂ. 2 കുഞ്ഞിനെ അവിടെ വെട്ടി നിർത്തിയിട്ട് അതുകളിൽ ബ്രീഡിങ് ആക്കി വെക്കാം. അപ്പോൾ ഈ 3 ആണുകളുടെ ലൈനേജ് തന്നെയാണ് നമ്മുടെ കൂട്ടിലുള്ളത്. അപ്പോൾ നമ്മൾ വെളിയിൽ പോയി എടുക്കാറില്ല പറഞ്ഞാൽ നമ്മൾ കൂട്ടുകാരന്മാരുടെ അടുത്തൊക്കെ പോയിട്ട് അങ്ങനെ എടുക്കുന്നല്ലാതെ വെളിയിൽ പോയിട്ട് പ്രാവുകൾ എടുക്കാറില്ല നമ്മൾ. പിന്നെ നമ്മുടെ ആശാനായിരുന്നു, ആശാൻ പറഞ്ഞ മുരളിയേട്ടനാണ്, മുരളി പറയും, സിവിൽ സ്റ്റേഷനിലാണ് അവിടെ. അയാളാണ് നമുക്ക് അപ്പോൾ പ്രാവുകളൊക്കെ കൊണ്ട് തന്നത്. അപ്പോൾ അങ്ങനെ ഇതിൽ നിന്ന് അതിൻ്റേതായിട്ടുള്ള ഒരു ബേസിൽ നമ്മൾ 3 പേർ, അതായത് നമ്മളായിട്ട് ഒരു ലെവൽ ഉണ്ടാക്കി ലൈനേജ് ക്ലിയർ ആക്കി കൊണ്ടുവന്ന് നമ്മൾ അങ്ങനെ ഇതാക്കി. അങ്ങനെയാണ്. അപ്പോൾ ആ പ്രാവുകളൊക്കെ ഒന്ന് നമുക്ക് അതിന് കാണിച്ചു തരാം. ഇതാണ് ഈ പ്രാവശ്യം 16 മണിക്കൂർ 31 മിനിറ്റും പറഞ്ഞത്. ഡിസ്ട്രിക്റ്റിലും പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ വെണ്ണക്കര പുതിയ പന്തയത്തിൽ അതിലും പറഞ്ഞിരിക്കുന്നു. 2 കൂടിയിട്ടാണ് പറഞ്ഞത്. 2024. അതെ. എത്ര മണിക്കൂർ പറഞ്ഞു? 16 മണിക്കൂർ 31 മിനിറ്റും. 2 പ്രാവ്, രണ്ടും ഒരേ ടൈമിലെ പ്രാവ് ലാൻഡ് ചെയ്ത് രണ്ടും 5 പ്രൈസ് വാങ്ങി തന്നിട്ടുണ്ട് ഇപ്രാവശ്യം. ഫസ്റ്റും ഡെൽറ്റുമായിട്ട് ഒരു 5 പ്രൈസ് ഈ പ്രാവശ്യം വാങ്ങി തന്നിട്ടുണ്ട്. അതേപോലെ ഇവിടെ ഗോൾഡൻ പന്തി ഒറ്റപ്പന്തി ഒന്നുണ്ട്. അത് ഒറ്റയ്ക്ക് പറന്ന് നമ്മൾ ജോഡി പിടിക്കേണ്ട പ്രാവ് പറക്കണം. അത് പറന്നിട്ട് പന്തയം ഒറ്റയ്ക്ക് പ്രൈസ് വാങ്ങി 7-3 വരെ പറഞ്ഞിട്ട് ഫസ്റ്റ് പ്രൈസ് ഈ പ്രാവശ്യം വാങ്ങി തന്നിട്ടുണ്ട്.
ഈ പ്രാവ് ആഴ്ച പന്തയത്തിൽ 2 പന്തയം വിട്ടു, 2 പന്തയത്തിലും പ്രൈസ് അടിച്ചാണ്. 7 മണി തന്നെ, കൂടുതലില്ല. ഇത് ആഴ്ച പന്തയത്തിൽ ഇത് 6:45 വരെ പറഞ്ഞിട്ടുള്ളൂ. അന്ന് ഫസ്റ്റാണ്, അന്ന് പ്രാവ് ഇട്ട് കൊടുത്ത് ഇറക്കിയാണ്, ഇട്ട് ഇറക്കിയാണ് അന്ന് ഫസ്റ്റ് കിട്ടിയിട്ടുണ്ട്. അതന്നെ ഈ പ്രാവശ്യത്തേക്ക് നമുക്ക് പന്തയത്തിന് വേണ്ടിയിട്ട് ഒക്കെ ചുറ്റിച്ച് റെഡിയാക്കി വെച്ചിരിക്കുകയാണ്. അതിൻ്റെയൊക്കെ സമയം ആയിക്കൊണ്ടിരിക്കുന്നു. ഇതിൻ്റെ റിസൾട്ടൊന്നും നേരെ അറിയില്ല. പറപ്പിക്കാൻ വേണ്ടി ചുറ്റിച്ചിറക്കി വെച്ചിട്ടുള്ള പ്രാവുകളാണ്. അതായത് ഇതൊക്കെ നമ്മുടെ പഴയ പറഞ്ഞതിൻ്റെ ഒരു ഇതിൽ ഇതൊക്കെ പുതിയ ജോഡികളുള്ളത് അങ്ങനെയാണ്. ജോഡിയിലൊക്കെ ഇട്ടിട്ട് ഇറക്കിയ കുഞ്ഞുങ്ങൾ. അതെ. ഇത് 2022 നമ്മുടെ ശിവൻ പഞ്ചിക്ക ടൂർണമെൻറ്റ്, ബ്രദേഴ്സ് ടൂർണമെൻറ്റ്, നമ്മുടെ ഡിസ്ട്രിക്ട് ടൂർണമെൻറ്റിൽ 12-12 ഇത് 12-38 പറന്ന പ്രാവുകളാണ് ഇത് രണ്ടും. ഈ ലോഫ്റ്റിലെ ഏറ്റവും ടോപ്പ് ടൈം ഇട്ടത് 12:38. അത് ഈ പ്രാവാണ്. ഇത് അതിൻ്റെ കൂടെ പറഞ്ഞ 12-12 പറഞ്ഞ പ്രാവാണ്. 17 മണിക്കൂറും 12 മിനിറ്റും ഇത് 17 മണിക്കൂറും 38 മിനിറ്റും ഇത് പറഞ്ഞു. ഫീമെയിലാ മെയിലാ? 2 മെയിലുകളാണ്. 2 മെയിലാണ്. ഇത് ഇപ്പോൾ 12 മണിക്കൂറും 38 മിനിറ്റും പറഞ്ഞ പ്രാവിൻ്റെ അച്ഛനും അമ്മയാണിത്. അത് 2 ജോഡി ഒരു പേരൻ്റേതാണ്, കുഞ്ഞാണ്. ഈ പേരൻ്റേതാണ് ഇത് രണ്ടും വന്നിരിക്കുന്നത്. ഇത് നമ്മുടെ ഇവിടുത്തെ ആഴ്ച പന്തയത്തിൽ 8:15 പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അതിൻ്റെ മുന്നേ ഇവിടെ ഒരാൾ 20 വർഷം മുന്നേ ഒരു 7:28 ടൈം ഇട്ടുണ്ടായിരുന്നു. അത് ഇന്നേ വരെ ഇവിടെ ആരും കവിക്കാൻ പറ്റിയിട്ടില്ല. അപ്പം അതിന് ശേഷം ഇത് പറഞ്ഞു. ഇന്നേ വരെ ആ ടൈം ഇപ്പോൾ അവിടെ ആരും കവിച്ചിട്ടില്ല.
2016 2016 എത്ര മണിക്കൂറാണ് പറഞ്ഞത്? 13 മണിക്കൂറും 15 മിനിറ്റും. ഏരിയ ടൂർണമെന്റിൽ ഏരിയ ടൂർണമെൻറ്റിൽ നമ്മുടെ ഇവിടുത്തെ റെക്കോർഡാണത്. അതായത് സിവിൽ ഏരിയ ടൂർണമെൻറ്റിൽ റെക്കോർഡ്. പറഞ്ഞ പ്രാവല്ലേ? ഇതിൻ്റെ കുഞ്ഞുങ്ങളൊക്കെ ഇപ്പോൾ ജോഡി പേരിൽ ഇട്ടതിൽ ഇതിൻ്റെ കുഞ്ഞുങ്ങളൊക്കെ ഇവിടെ ടൈം ഇട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതിപ്പോൾ കാണിച്ച തലപ്പുള്ളിൻ്റെ മകനാണിത്. 2017 ഇത് നമ്മൾ കോഴിക്കോട്ടിൽ 7:28 പറഞ്ഞിട്ട് നമുക്ക് പ്രൈസ് വാങ്ങി തന്നിട്ടുണ്ട്. ഇത് 2016 നമ്മൾക്ക് കോഴിക്കോട് പന്തയത്തിൽ 10 മണി ടൂർണമെൻറ്റിൽ ഫസ്റ്റ് പ്രൈസ് അടിച്ച പ്രാവാണിത്. ഇതിൻ്റെ പേർ കുഞ്ഞാണ് ഈ പ്രാവശ്യം നമ്മൾക്ക് 16 മണിക്കൂർ 31 മിനിറ്റും പറഞ്ഞിട്ട് തന്നത്. അതിന്റെ ഫാദറാണ്, അതിൻ്റെ അച്ഛനാണത്. ഈ പ്രാവശ്യം പറഞ്ഞതിൽ അതൊരു പ്രാവിൻ്റെ മെയിലും ഫീമെയിലുമാണ് ഇത്. അച്ഛനും അമ്മയാണിത്. ഈ പ്രാവശ്യം ആഴ്ച പന്തയത്തിൽ നമ്മൾ ഗോൾഡൻ പന്തയം അടിച്ചതിൻ്റെ പേര് ജോഡിയാണിത്. ഫാദറും മദറുമാണ്. അതെ. ഇത് നമ്മുടെ അവിടെ ഡിസ്ട്രിക്ട് പന്തയത്തിൽ 7 മണിക്ക് വിട്ടിട്ട് 7:30 വരെ പ്രാവ് പറഞ്ഞിട്ടുണ്ട്. ഏത് വർഷം? 2020 കൊറോണ ടൈമിലായിരുന്നു. ആ ടൈമിൽ ഇത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതിൻ്റെ പേരാണ് ഞാൻ അപ്ലൈ കാണിച്ച പുള്ളിയാണ്. ആണ് അതിൻ്റെ മകനാണത്. ഈ ജോഡിയാണ് നമ്മുടെ ഈ പ്രാവശ്യം 11:31 പറഞ്ഞ വേറൊരു ഇതിൻ്റെ പേരാണിത്. അച്ഛനും അമ്മയാണിത്. ഈ ആണ് നമ്മുടെ ഇത് ഡിസ്ട്രിക്റ്റിൽ 9:05 അല്ലേ 9:05 പറഞ്ഞിട്ടുണ്ട്. ഈ ആണ് പെട്ട് പിന്നെ ബഡ്സ് ആയതുകൊണ്ട് അതിന് ഓട്ടിയിട്ടില്ല. ഈ 3 ആണുകളാണ് മഹേഷ് രാപ്പാടിനെ എല്ലാവിടേക്കും ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ഇതിൻ്റെ വഴികളാണ് നമ്മുടെ അവിടെ നേരെ പറഞ്ഞിട്ടുള്ള ഇതുകളും. 17 ചില്ലറയും പറഞ്ഞത്, നമ്മുടെ കോഴിക്കോടിൽ 16 പറഞ്ഞത്, ഇത് ഈ കൊല്ലം പറഞ്ഞത്, പിന്നെ 7 ടൂർണമെൻറ്റ് പറഞ്ഞത് ഒക്കെ ഇതുകളുടെ വഴിയിലാണ്. ഇതിനെ മിക്സിങ്ങുകൾ ആക്കിയിട്ടാണ് ഇപ്പോൾ നമ്മൾക്ക് ആഴ്ച പന്തയത്തിലേക്ക് ഇപ്പോഴത്തെ ഈ ജോഡികളൊക്കെ സെറ്റാക്കിയത്. ഇതുകളെ കലത്തി എടുത്തിട്ടാണ്. ഇതാണ് നമ്മുടെ അമ്മ. എല്ലാത്തിനും നമുക്ക് സപ്പോർട്ട് ചെയ്യുന്ന അമ്മയാണ്. പ്രാവിൻ്റെ ഇതിലാണെങ്കിലും എന്തിനാണെങ്കിലും നല്ല സപ്പോർട്ടിങ് ആണ്. അപ്പോൾ ഇത്രയും നേരം നമുക്ക് വേണ്ടി സമയം ചെലവഴിച്ച രാജീവ് ഏട്ടനും അതുപോലെ തന്നെ മഹേഷ് ഏപ്പാടിയുടെ ലോഫ്റ്റുമാണിത്. അപ്പോൾ പുള്ളിയുടെ ചേട്ടനും കൂടിയാണ്. അപ്പോൾ ഇത്രയും നേരം നമുക്ക് വേണ്ടി സമയം ചെലവഴിച്ച് നല്ലൊരു ലോഫ്റ്റിൻ്റെ ഇൻ്റർവ്യൂ തന്നെ തന്നിട്ടുണ്ട്. അതിന് ആദ്യം തന്നെ നന്ദി അറിയിക്കുന്നു. അതുപോലെ തന്നെ ഹാരിസ് കാക്കും നമ്മുടെ കുട്ടികൾക്കും വേണ്ടിയിട്ട്. അപ്പോൾ താങ്ക് യു. അപ്പോൾ ഇനിയും നല്ല പറവകൾ ഈ ലോഫ്റ്റിലേക്ക് വരട്ടെ എന്ന് ആശംസിക്കുന്നു.
അപ്പോൾ നമുക്ക് വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും തിരിച്ചെത്താം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും തിരിച്ചെത്താം.